എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഈസ്റ്ററൊക്കെ കഴിഞ്ഞു, ഇനി അടുത്ത വിഷുവാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പൂക്കളൊക്കെ കണ്ടാലോ? നല്ല നല്ല പൂക്കളാണ്, എന്ന് വെച്ചാൽ നല്ല വില കൂടിയ പൂക്കളാട്ടോ. ഇത് പിന്നെ വിരുന്ന് പോയ ഒരു വീട്ടിൽ ചെന്നപ്പോഴാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടേട്ടോ. മനോഹരമായ പൂക്കൾ, വളരെയധികം 10,000, 1000, 800 രൂപ കൊടുത്ത് മേടിക്കുന്ന പ്ലാന്റുകളാണിത് കേട്ടോ. ഇതിൻ്റെ പേര് പോലും എനിക്കറിയില്ല. അപ്പോൾ ഞാനതിൻ്റെ കുറേ വീഡിയോസൊക്കെ ഇന്ന് എടുത്തു, അപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. ഇതിനൊക്കെ നല്ല പരിചരണം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പൂവിന് നല്ല വിലയുണ്ടെന്നാണ് ആ വീട്ടിലെ പിന്നെ ചേച്ചി പറഞ്ഞേട്ടോ. അപ്പോൾ അവരുടെ വീട്ടിൽ ഒത്തിരി ചെടിയുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ കുറച്ച് പീസുകളൊക്കെ കിട്ടിയാൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവരോട് കൂടെ നിന്ന് സോപ്പിട്ട് അങ്ങനെ നിന്ന് കുറച്ച് പ്ലാന്റുകളുടെ ചെറിയ പീസുകളൊക്കെ സംഘടിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വയനാട്ടിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു തണുപ്പുള്ള സ്ഥലമാണ്. ഇപ്പോൾ അവിടെ ചൂടുണ്ട്, എന്നാൽ പോലും നമ്മുടെ ഏത് കൃഷികളും ഏത് ചെടികളും നന്നായിട്ട് വളരും. ഈ പൂക്കൾക്കൊക്കെ നല്ല കളറും നല്ല ശക്തിയും ബലമൊക്കെ കിട്ടുന്ന ഒരു കാലാവസ്ഥയാണ് നമ്മുടെ വയനാട്ടിലെ കാലാവസ്ഥ. അതുകൊണ്ട് തന്നെ അവിടുത്തെ പൂക്കൾക്കൊക്കെ അതിനനുസരിച്ചിട്ടുള്ള മനോഹാരിതയുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ഈ ചെടികൾ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനപ്പോൾ അവിടെ നിന്ന് കുറച്ച് പീസൊക്കെ പറിച്ചു എന്ന് പറഞ്ഞല്ലോ. അത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ അഡീനിയമാണ് കേട്ടോ. പലതരം അഡീനിയമുണ്ട് അവരുടെ വീട്ടിൽ കേട്ടോ. അപ്പോൾ അഡീനിയം പിന്നെ ശരിക്കും അഡീനിയം പ്ലാന്റ് അറിയാമല്ലോ, നമ്മളതിനെ പ്രത്യേക കെയറൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് കട്ട് ചെയ്യാത്ത ഒരു 2-3 അഡീനിയം ഉണ്ടായിരുന്നു, അത് ഡബിൾ പെറ്റിലാണ്. അപ്പം അതിനകത്തൊരു വിത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ പരിചരണക്കുറവായിരിക്കാം അഡീനിയത്തിന്. കാരണം അത് കുറച്ച് ചീച്ചിൽ വന്നതുകൊണ്ട്, അതിൻ്റെ കോഡക്സിന് ചീച്ചിൽ വന്നതുകൊണ്ട് അവർ പേടിച്ചു പോയി, പോകുമെന്ന് ഓർത്ത്. അപ്പോൾ അതിന് കൂടുതൽ വെള്ളവും വളമൊന്നും കൊടുക്കാത്തതുകൊണ്ടാണ് അതിങ്ങനെ നിൽക്കണത്. അപ്പം ഞാനതിൻ്റെ 2 പീസൊക്കെ വെട്ടിയെടുത്തു, പിടിച്ച ഭാഗ്യം. പിന്നെ നിറയെ പൂക്കളുണ്ട് കേട്ടോ അവിടെ. ബോഗൺവില്ല ആണെങ്കിലും പിന്നെ കണിക്കൊന്നയാണെങ്കിലും ബോഗൺവില്ല പല കളറുകളുണ്ട്. വിശാലമായ മുറ്റവും പറമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടംപോലെ ചെടികൾ നടാനുള്ള സ്ഥലമുണ്ട്. ഒരു പൂന്തോട്ടം പോലെ. പൂക്കൾ നിറഞ്ഞിട്ട് മുറ്റടിക്കാനൊക്കെ നല്ല പണിയാണ്. ഞാനെന്നിട്ട് മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി, എന്നാൽ പിന്നെ കുറച്ച് ചെടിയും കൂടെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് വർഗ്ഗങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പം അതിനകത്തൊന്നും ഇല്ല. എന്താ പറയണേ, എന്താ ഒരു പേര്, ഒരു പുതിയൊരു പഴത്തിൻ്റെ പേരുണ്ട്. ഞാനപ്പോൾ അത് പറിക്കണം എന്ന് പറഞ്ഞാൽ അത് പൂത്തിട്ടേ ഉള്ളൂ, പൂവിട്ട് ചെറിയ ചെറിയ കായ്കളായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വയനാട്ടിലെ ചെടികളുടെ പ്രത്യേകതകൾ. കണ്ടില്ലേ, ഒരു കാറ്റ് വന്നപ്പോഴേക്കും തലയാട്ടിക്കളിക്കുന്ന, എന്താ പറയണേ, ഇതിന് നിത്യകല്യാണി എന്നോ ഇതിന് ശവന്നാറി, അങ്ങനെ കുറേ പേരുണ്ട്. പക്ഷെ എന്നാലും ഇത് കുറേ കളറുകൾ ഇങ്ങനെ നിൽക്കണമെന്ന് എന്തൊരു ഭംഗിയാണെന്നറിയാമോ. പിന്നെ അവരുടെ വീട്ടിൽ താമരയുണ്ട്, വെള്ളയും ചുമപ്പും, അടിപൊളി കുറേ ഉണ്ടായിട്ട്. പിന്നെ നല്ല ബൾബുണ്ട്. ഞാൻ പിന്നെ അത് എടുത്തില്ല. അതിൻ്റെ ബൾബൊക്കെ കൊണ്ടുവന്ന് കുറച്ച് പ്ലാന്റ് ഉണ്ടാക്കണമെന്നുണ്ട്. എന്തായാലും നമ്മൾ എത്ര ശുശ്രൂഷിച്ചാലും നമ്മുടെ വയനാട്ടിലെ പോലെ ഇവിടുത്തെ പ്ലാന്റ് ഒന്നും ശരിയാവില്ല. ഞങ്ങൾ മലപ്പുറത്താണ്, അപ്പോൾ നല്ല ചൂടൊക്കെ അല്ലേ, അപ്പോൾ അവിടുത്തെ അത്രയ്ക്ക് ഒന്നും ഉണ്ടാവില്ല. എങ്കിലും ഈ താമരേൻ്റെ കുറച്ച് കൊണ്ടുവരണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ അങ്ങനെ നോട്ടമിട്ടിട്ടാണ് പോന്നേക്കണത്. ഇനി പോകുമ്പോൾ വേണം അതിൻ്റെ പ്ലാന്റൊക്കെ കുറച്ച് പറിക്കാൻ. അപ്പോൾ ഇതൊക്കെയാണ് വയനാട്ടിലെ വിശേഷം. പിന്നെ അവിടെ നല്ല പ്ലാവുകൾ നിറയെ ചക്കയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അവിടുത്തെ പ്ലാവും ചക്കകൾക്കൊക്കെ പ്രത്യേകതയുണ്ടല്ലോ, കാരണം നല്ല നാടൻ പ്ലാവുകളാണ്. അതുകൊണ്ട് തന്നെ നിറയെ ചക്ക നിറയെ കിടക്കുക. ചക്കയൊന്നും ആർക്കും വേണ്ട, മാങ്ങയും ചക്കയൊന്നും. അമ്മാതിരത്തെ ഒരു കാലാവസ്ഥയാണ് അവിടെ. ഉണ്ടായാൽ നിറയെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ അവരുടെ മുറ്റമൊക്കെ അടിച്ച് വാരി കുറച്ച് ചെടിയൊക്കെ വെട്ടി അങ്ങനെ പോന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ.